ആര്യ ഈ സൂര്യൻ സാറൊക്കെ അവിടെ പോയി കിടക്കണ്. സാർ അങ്ങനെ വൈകണല്ല, എന്തെങ്കിലും അത്യാവശ്യത്തിൽ പെട്ടുപോട്ടണം. ബ്ലോക്ക് അല്ലേ സാറേ? അല്ല, വല്ലാതെ വൈകിക്കാൻ പറ്റില്ല. സാറിന് വേറെ ഇവിടെ എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞേ. എനിക്ക് 12 മണിക്ക് ഒരു ഡെലിവറി ഉണ്ട്. ഓ, വൈഫിന്റെ? അല്ലല്ല, ഒരു ഡോബർമാൻ്റെ. അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് അവർക്ക് ഒരേ നിർബന്ധം, വീട്ടുകാർക്ക്. എന്താ പിന്നെ നമുക്ക് തുടങ്ങി വയ്ക്കാം. തുടങ്ങും സാറേ. അല്ലേ? എന്നാ പിന്നെ തുടങ്ങി. സാറേ, അത് വന്നല്ല. അപ്പേയും വരി നിങ്ങളത്. ഇത് എന്താ വൈകിയത്? അല്ല, അത് ഇവിടെ ഈ പാമ്പ് പിടുത്തത്തിന്റെ പരിശീലന ക്യാമ്പ് നടക്കുകയാണല്ലോ. അതെ, ഒരു നല്ല കാര്യം നടക്കല്ലേ. അപ്പൊ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു, നാഗദൈവത്തിനൊരു വഴിപാടൊക്കെ നടത്തി. നിങ്ങളോ? അല്ല, ഞാനോ സുഗതൻ സാറ് അമ്പലത്തിന് പാമ്പിനെ തോയാൻ പോയപ്പോഴേ പുറത്ത് കാത്തുന്ന അയ്യപ്പനും പാമ്പനും ആകുമ്പോ ഓഫീസിലും ഇതൊക്കെ തന്നെയാണ് പരിപാടി അല്ലേ? അല്ലല്ല, അവിടെ കറക്റ്റ് സമയത്തിനെത്തുന്നു. ഇപ്പൊ ഇതിന്റെ കാര്യം കൊണ്ടെന്ന് അമ്പലത്തിൽ പോയതാ. പ്രിയമുള്ള വനം വകുപ്പ് ജീവനക്കാരെ, എല്ലാവർക്കും ഈ പാമ്പ് പിടുത്ത പരിശീലന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി മുതൽ കണ്ട ആളുകൾക്ക് മുഴുവൻ പോയിട്ട് പാമ്പിനെ പിടിക്കാൻ പറ്റും വിചാരിക്കണ്ട. അത് സർക്കാർ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇനി പാമ്പ് പിടിക്കാനുള്ള സർക്കാരിന്റെ പ്രത്യേക കോഴ്സ് പാസ്സായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പാമ്പിനെ പിടിക്കാൻ പറ്റൂ. അത് നന്നായി സാറേ. ഈ കണ്ണീ കണ്ടവരൊക്കെ പോയി പാമ്പിനെ പിടിക്കണോണ്ട് ഭാര്യമാർക്ക് ഭീഷണിയാന്നിട്ടുള്ള ഒരു സംസാരമുണ്ട് നാട്ടിൽ. അത് മറ്റേ കേസായിട്ടേ അതായിട്ട് കണക്ട് ചെയ്ത് പറയാൻ ആൾക്കാര്. ശരിയാണത്. പിന്നെ ഇവിടെ ഇപ്പൊ കണ്ട ചാത്തനും പോത്തനും ഒക്കെ പാമ്പിനെ പിടിക്കുകയാണല്ലോ. ഇനി അത് നടക്കില്ല. അതാണ്. അപ്പൊ അതിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള ശ്രീ മന്മഥ സാറാണ്. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അതാണ്. ഇതിപ്പോ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഇപ്പൊ സാറ് പരിചയപ്പെടുത്തി. മന്മഥൻ സാറേ, എന്റെ പേര് പാരിജാതൻ. ഫോറസ്റ്റില് ബീറ്റ് ഓഫീസറാണ്. കുറച്ചാള് ഗൾഫിലായിരുന്നു. ഇപ്പൊ ജോലി കിട്ടിയപ്പോ ഇതൊക്കെ ആയിട്ട് അങ്ങനെ ആണ്. പിന്നെ സാറേ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ അതിലെ കയറി പോക്കോളും. നമ്മളെ പേര് മൊയ്തു. ഞാനിന്റെ അതേ പോസ്റ്റാണ്. നമ്മള് ഇതുവരെ പാമ്പിന് പിടിച്ചില്ല. പാമ്പ് നമുക്ക് അറാമാണ്. അല്ലാതെ പേടിയുണ്ടായിട്ടല്ല. പേടിന്ന് പറഞ്ഞാല് ഇത് കണ്ടങ്ങനെ ഉടുപ്പിച്ചാലോ. ഇപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോ അതൊക്കെ മാറും. ശമ്പളം കിട്ടുമ്പോ മാത്രം ഉളിപ്പിക്കൂല. എന്റെ പേര് സുഗതൻ, റേഞ്ച് ഓഫീസറാണ്. ഈ സ്കൂളിൽ ചേർക്കുമ്പോഴേ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റി കൊടുത്തിട്ടേ ഇനി അധികകാല സർവീസ് ഇല്ല. പിന്നെ ഈ ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടേ ഈ പാമ്പ് പുലി എന്നൊക്കെ പറഞ്ഞ ഹാർട്ടിന്റെ ബീറ്റിങ്ങനെ കൂടും. അതിന് ഞാൻ മരുന്ന് തരും. ഞാൻ ബാബുണ്ണി, ഉണ്ണി, BFO, സജീവ സംഘടനാ പ്രവർത്തനമായതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം. എനിക്കത്ര പരിചയമില്ല. അപ്പോ നമ്മളിപ്പോ എല്ലാവരും പരസ്പരം അത് പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി അധികം വൈകിക്കണ്ട, നേരെ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മെഴുകസിയെന്ന് പറഞ്ഞിരിക്കരുത്. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കണം, മടിക്കരുത്. അപ്പോ തിയറി ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2 പാമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞാ മതി. പാമ്പ് അത് പോരാ, പാമ്പിനെ നമ്മളത് കൃത്യമായിട്ട് കാണിച്ചു തന്ന് പഠിപ്പിക്കുന്നത്. ഞാൻ ഇപ്പോൾ വെക്കാം. സാറേ ഒന്ന് കെട്ടഴിച്ചോ സാറേ. ഒന്ന് സാറഴിച്ചോ. ഒന്ന് പിടിച്ചോ സാറേ. ഒന്ന് കെട്ടഴിച്ചോ. നോക്കണേ അത്. കെട്ടൊന്ന് കുഴിഞ്ഞേ. അതൊന്നും സാറിന് അഴിച്ചത് കെട്ട്. അതൊന്നും പഠിക്കണ്ടേ നമുക്ക്. ഓപ്പൺ ചെയ്യുമ്പോ അതൊന്നുമില്ലാതെ പഠിക്കാതെ. കുത്തിയോ? കയറിന്റെ ഇടയിൽ ഇതായി പോയി സാർ. ഇങ്ങോട്ട് ഇരിക്കല്ലേ അത്. ആ വായ അങ്ങോട്ട് വെക്ക്. ഇങ്ങോട്ട് തിരിക്കല്ലേ. അത് അഴിച്ചു വിടും സാർ. അത് ഇതൊന്നുമില്ല. ഇതിപ്പോ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ എടുക്കണ്ട. ഇത് പിന്നെ എടുക്കാണ്ട് പിന്നെ ക്ലാസ് നടത്താൻ പറ്റുമോ? ഇതാണ് സാക്ഷാൽ അണലി. അല്ല സാറേ, അത് മൂർഖനല്ലേ? അത് നമ്മളെ നാട്ടിൽ മൂർഖെന്ന് പറയാ. ഇനി സോറി.
ഇതാണ് അണലി. അത് വേറെ മൂർഖനാ. മൂർഖൻ തന്നെ. അയ്യോ, അപ്പൊ പടം മാറിപ്പോയി കേട്ടോ, സോറി. ഞാൻ എൻ്റെ ഓഫീസിലെ പയ്യൻ്റെ അടുത്ത് പറഞ്ഞതാ, വെച്ച മാറി. എന്തായാലും നമുക്ക് മൂർഖൻ. അപ്പൊ ഇതാണ് സാക്ഷാൽ മൂർഖൻ. ഈ പാമ്പുകളെ 11 കുടുംബങ്ങളായി നമുക്ക് തിരിക്കാം. നമുക്ക് ഈ പാമ്പിന്റെ കുടുംബ മഹിമയും പാരമ്പര്യമൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? കാര്യത്തിലേക്ക് കിടന്നാ പോരെ? അത് നേരാണ് സാറേ. പിന്നെ എത്ര വലിയ തറവാട്ടിലെ പാമ്പാണെങ്കിലും കടിക്കാൻ വന്ന ആളിയെത്തൂല്ലേ? അവിടെയാണ് പ്രശ്നം. ഇത് ഓരോ പാമ്പിന്റെയും വിഷത്തിന്റെ വ്യാപ്തി വ്യത്യാസമുണ്ട്. ഇപ്പൊ ചില പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് മരിക്കും, ചില പാമ്പ് കടിച്ചാൽ ഹലോ ഹലോ, ആ പറഞ്ഞോളൂ. എന്താണ്? ആണോ? എപ്പോ? അത് ശരി. ആ ആ വെച്ചോളൂ. എന്താ സാറേ? സാറേ, ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ കേസ് ഒന്ന് ഡീൽ ചെയ്തു. പുലിയ സാറിന്റെ പറച്ചിലിട്ടോ ഞാൻ വെച്ച് പാമ്പായിരിക്കും. പുലിയല്ലേ? ഒന്ന് വിളിച്ചു പറഞ്ഞില്ലെങ്കിലേ. വരട്ടെ. സാറേ, ഒരു കോള് വന്നു. ഹലോ, കടക്കൽ റേഞ്ച് ഓഫീസർ അല്ലേ നിങ്ങള്? അതെ അതെ ആ അതെ, അവിടെ ഒരു പുലി ഇറങ്ങിന്ന് പറയുന്നുണ്ടല്ലോ. അതെ. വാ. ആ അയ്യോ, ഞാനിപ്പോ അവിടെ ഇല്ലല്ലോ. നിങ്ങൾ എവിടെയാണ്? ഞാനേ ഒരു പാമ്പ് പിടുത്ത പരിശീലന ക്ലാസ്സിലാണ് ഞാൻ. പാമ്പ് എവിടെ? പാലമറ്റം. നിങ്ങൾ എവിടുന്ന വിളിക്കുന്നത്? എവിടെയാണ് ഇപ്പൊ ഇതിനെ കണ്ടത്? ഹലോ, സാറായിരുന്ന? അത് ശരി. അപ്പൊ കടക്കല് നിങ്ങളായിരുന്നല്ലേ? ആ ഓ, അപ്പൊ പറയണ്ടത് എനിക്കറിയില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അതെ അതെ, അവിടെ പുലി ഇറങ്ങിയിട്ടെന്നാ പറയുന്നത്. അല്ല സാറേ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങൾ അങ്ങോട്ട് ചെല്ലിന്ന്. അപ്പൊ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ഫയർഫോഴ്സിനെ വിളിച്ച് പറയും നിങ്ങൾ. അതല്ലേ, അതാ നല്ലത്. സാർ ഒരു മിനിറ്റ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സാർ. അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? പുലി പുലി അണലി, മൂർഖൻ. മൂർഖൻ. അതെ, മൂർഖൻ. അപ്പോ വിഷമുള്ള പാമ്പുകളെ എങ്ങനെ നമുക്ക് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആധികാരികമായി പഠിച്ചിരിക്കണം. അതിന് വലിയ കാര്യമില്ല സാറേ. ഒരു 1/4 കിലോ വെളുത്തുള്ളി മേടിച്ച് ചതച്ച് വെള്ളത്തിൽ കലക്കി ആ പരിസരത്ത് തളിച്ച പാമ്പൊക്കെ പറവറക്കും. കായം കഴിക്കാനും മതി. മതി. അതെ, ഈ കായവും വെളുത്തുള്ളി വെച്ച് നിങ്ങൾക്ക് വല്ല രസവും സാമ്പാർ ഉണ്ടാക്കാനേ പറ്റൂ, പാമ്പിനെ പിടിക്കാനൊന്നും പറ്റില്ല. അല്ല, കാരണന്മാരങ്ങനെയൊക്കെ ചെയ്യും. കാരണന്മാരാരുമില്ലാതെ പലതും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് എങ്ങനെ പാമ്പുകളെ ശാസ്ത്രീയമായി പിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കീരി നടക്കാം. കീരി പിടിച്ച് നിങ്ങളുടെ കൈ കൊണ്ട് തരുമോ പാമ്പിനെ? അല്ല, കൊണ്ടുതരണ്ടല്ലോ. കീരി അതിന്റെ പാട്ടിന് കൊണ്ടുപോകുമല്ലോ. മൊയ്തു, നമുക്ക് അവറ്റകളെ നശിപ്പിക്കുകയല്ല, സംരക്ഷിക്കുകയാണ് വേണ്ടത്. അതിനാണ് ഈ ക്ലാസ് വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ കിരീനെ ഒഴിവായി കളി. സാർ, ഒറ്റ മിനിറ്റ്. ഹലോ, ആ മൊയ്തുവാണ്. കഞ്ചാവോ? പഠിച്ച റബ്ബേ, ഞാൻ കുറച്ച് ദൂരെയാണ്. ഒറ്റ മിനിറ്റ്, ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം. സാറേ, എന്റെ റേഞ്ചിൽ കഞ്ചാവ് കടത്ത്. എന്തിത്തെ കാട്ട്? എക്സൈസുകാരെ വിളിച്ച് പറയും. അലാക്കിൽ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ വന്നാല് സാറേ, ഞാൻ ഒന്ന് വിളിച്ചാട്ടെ. ഹലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അണലി. അല്ല സാറേ, മൂർഖനല്ലേ? മൂർഖനല്ലെങ്കിൽ മൂർഖൻ. ഒറ്റ മിനിറ്റ് സാറേ. വീട്ടിൽ നിന്ന് പാമ്പ് വിളിക്കുന്നു. അല്ല, ഭാര്യ കണക്കന്നെ പാമ്പിനെ പോലെ. ആ എന്തേ മോളെ? ആ ഉണ്ണിയേട്ടൻ ഇപ്പൊ വരും. ഒറ്റ മിനിറ്റ്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു മിനിറ്റ്. ശരി. ആ ഞാൻ പറഞ്ഞു. അല്ല സാറേ, എന്റെ ക്ലാസ്സിന് എന്തെങ്കിലും പോരായുണ്ടോ? ഏയ്, എന്നിട്ട് വെറുതെ പോണേ. അവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ? അത്യാവശ്യം കോള് വന്നോണ്ട് പുറത്തു പോയതാണ്. അതല്ലേ? ആ പിന്നെ ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും റാങ്ക് കിട്ടില്ലല്ലോ. അതില്ല, മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിക്കല്ലേ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു കുട്ടി ഇരിക്കണു. അതുപോലെ ഇല്ല, പോണില്ല. ഞാനൊന്ന് നിവർന്നിരുന്നാണ്. ഇരിക്കിരിക്കിരിക്കും. അല്ല, ഇനി അധികം നേരം ഉണ്ടത്. ഇല്ലില്ല, കഴിയാറായി അല്ലേ? കഴിയാറായില്ലേ സാറേ? ഓ, പെട്ടെന്ന് കഴിക്കാം. ഇരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പുലി. പോയി പുലിയല്ല സാറേ, കഞ്ചാവ്. കഞ്ചാവല്ല, അണലി. മൂർഖൻ. മൂർഖൻ. മൂർഖൻ.
എന്റെ മണ്ടു ഇത് എവിടെയാണ് നീ കണ്ടത്? ഇത് എവിടെയാണ്? പതിയനെ പറ, അതിന്റെ ഉള്ളിലുണ്ട്. എന്താ മീറ്റിങ്ങിന് ഇരിക്കാണ് പതിയെ പറയാനായിട്ട്? പാമ്പിന് ചെവിയൊന്നും കേൾക്കില്ല. അതും കൂടി അറിയാത്ത ആൾക്കാരാണ് വന്നിട്ട് നോക്കണത്. തമാശ കളിക്കില്ലേട്ടാ, ഞാൻ കണ്ടതാണ്. ഇത്ര നേരം ഇവിടെ തന്നെയല്ലേ തിരയണത്, കാണാണ്ട് പിന്നെ എങ്ങനെയാണ്? കുത്തിച്ചേരും, അത് കടിക്കുമ്പോ സമാധാനം ആയിക്കോളും. വാലിന്റെ അറ്റം. എന്റെ ദൈവം, ഇല്ലാത്ത പാമ്പിനെ ഞാനിപ്പോ എവിടുന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും ഞാന്? എന്താ അത്? അതോല. എന്തൊരു കഷ്ടാണ്, ഇത്ര നേരത്തെ അറിഞ്ഞിട്ട് കാണാതെ പിന്നെ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് വേറെ പാമ്പിനെ ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടോ ഇനി? ഇല്ലെന്ന് സത്യമായിട്ട് അതിങ്ങനെ പതിയനെ എഴഞ്ഞെഴഞ്ഞ് വന്ന് എന്നെ കണ്ടപ്പോ. ഇഴഞ്ഞു പോയ കഥക്ക് അവിടെ നിൽക്കട്ടെ. നീ ഈ പാമ്പിനെ ആദ്യം എവിടെയാണ് കണ്ടത്? സമാധാനത്തിൽ പറയും. ഇവിടെ എവിടെയാണ്? ഇവിടുന്ന് ഇങ്ങനെ എഴഞ്ഞു വന്ന് എഴഞ്ഞെഴഞ്ഞ് എന്നെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ, എന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കാണ് കൊത്താൻ വേണ്ടിട്ട്. വിളിക്കാൻ പറ്റിയ സാധനം ഏടി? ഈ സാധനം ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകുന്ന വരെ നീ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. പാമ്പ് എവിടേക്കാ പോകുന്നത്? അതിന്റെ തറവാട്ടിലേക്ക് പോകണം നോക്കി നിൽക്കാണ്. ആ സമയത്ത് തന്നെ വിളിക്കേണ്ട കഴുതേ. ഞാൻ പേടിച്ച് ഇങ്ങനെ നിക്കല്ലേ. പേടിച്ചിട്ട് നീ സിനിമ കണ്ടോണ്ട് നിൽക്കാണ്. എന്നാ പിന്നെ ധൈര്യമുള്ള ആളെ പോയി പിടിക്കതാ. എവിടാണ് നിങ്ങള്? ആറ് സൈഡ് നോക്കുകയാണ്, അല്ലാണ്ട് പുറകോട്ട് പോണല്ല. അത് ഒന്ന് നോക്കി നോക്ക്. നീ അനങ്ങണ തന്നെയാണെന്ന് നോക്ക്. എനിക്ക് പേടിയാണ് ശീതളായിട്ടാ. അങ്ങടെ എത്തിക്ക്, നീ അവിടേക്ക് എത്തിക്ക്, അതിന്റെ ഭാഗത്തേക്ക് എത്തിക്ക്. എന്നെ തണ്ടി വിടുന്നത് ജന്തു? എന്താ കാണിക്കുന്നത് നീ? ആളെ പേടിപ്പിക്കുന്നത്? പോയി എന്ത്? ഇനി നമ്മളെല്ലാവരും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അതായത് പാമ്പ് ഏറ്റവും അധികം കണ്ടുവരുന്ന പ്രദേശങ്ങളിലെ ഭവനങ്ങളിൽ ഇതുപോലെ ഒരു 1.5 മീറ്ററെങ്കിലും നീളമുള്ള ഒരു പൈപ്പും ഇങ്ങനെ ഒരു ടോർച്ചും കരുതിയിരിക്കണം. ആരെങ്കിലും ഒരാൾ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് സർക്കാരിൽ നിന്ന് ധനസഹായം കിട്ടും. അക്ഷയെന്ന് അല്ലേ? അക്ഷയ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആള് മരണപ്പെടുകയാണെങ്കിൽ 2 ലക്ഷം രൂപ വരെ കിട്ടും. ഇനി പരിക്കേറ്റ് ചികിത്സയിലാണെങ്കിൽ ചികിത്സയ്ക്കുള്ള ധനസഹായം. ഇത് ആരുടെ ഫോണായി അടിക്കുന്നത്? എന്റെ ഫോണാണ്. ഇത് ഓഫ് ചെയ്തില്ലായിരുന്നു? സോറി സാർ, ഓഫ് ചെയ്യാൻ മറന്നു സാർ. സൈലന്റ് ആക്കിട്ട് ഒരു മിനിറ്റ്. ഇല്ല, എന്റെ പരിപാടി കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞോ? ഹലോ, ആരാ? മണ്ടോദരിയാ? എവിടെ നിന്നാണ്? ഇപ്പഴാ? ഞങ്ങൾ ദേ വരണ്. ഇല്ല സ്ഥലം എനിക്കറിയാം, മനസ്സിലായി. ശരി എന്നാ, പെട്ടെന്ന് വരാം. സത്യം സാറേ, നമ്മൾ ഈ പഠിച്ചത് പ്രാവർത്തികമാക്കാൻ ഒരു കോള് വന്നിട്ടുണ്ട്. പാമ്പ് എവിടെ? മണ്ടോദരി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വീട്ടിൽ പാമ്പ് കയറി എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഞാൻ ഇപ്പൊ തന്നെ ചെല്ലാന്ന് പറഞ്ഞു. വീട് എനിക്കറിയാം. എന്താ ചെല്ല്? വാ സുഖം സാറേ. അയ്യോ, എനിക്ക് പറ്റില്ല. എനിക്ക് യാത്രനെ സുഖമില്ലാത്തല്ലേ, ഡോക്ടറെ കാണേണ്ട ദിവസം. എന്നാ മൊയ്തു സാർ വാ. അല്ല, ഞാൻ പെണ്ണുങ്ങളെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസമാണ്, പറ്റൂല. ഞാൻ ചെല്ലാന്നും പറഞ്ഞല്ലോ. ഉണ്ണി സാറേ, ഞാനുണ്ട്. ഒരുപാട് പാമ്പിനെ കണ്ടിട്ടുണ്ട്, ഒന്നിനും ഇതുവരെ പിടിക്കാൻ പറ്റില്ല. ഇത് ഞാൻ പിടിക്കും സാറേ. സാറേ ഇതൊന്നും എടുക്കട്ടെ. ഇല്ല, പിടിച്ചിട്ട് കൊണ്ടുവന്ന് തരാം. ഓ സാറും വാ. ഞാൻ ചെല്ലിന്ന് സാറ് വേണമെന്ന് പത്രത്തിലൊക്കെ വരുന്നുണ്ട്. വാ സാറേ വാ. എന്നാ പിന്നെ അത് പോയിട്ട് വരാം സാറേ. ഇതൊരു ആഘോഷാക്കാം. അതെന്താ സാറേ, ആള് കൂടിയ പാമ്പ് ചാവില്ല എന്നാ പറയാ, അതുകൊണ്ടാ പോവാ. സുഗതന്റെ നെഞ്ചുവേദനയ്ക്കുള്ള മരുന്ന് ഞാൻ ഒരെണ്ണം എഴുതിത്തരാം കേട്ടോ. മൃഗ ഡോക്ടർ. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ വരാനായിട്ട് ഇറങ്ങി വേണ്ടേ? ഡെലിവറി കഴിഞ്ഞോ? ശരിയെന്നാ, ഓക്കെ. ഡോവർമെന്റ് ഡെലിവറി കഴിഞ്ഞു. ആണോ? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചത് എടുക്കണമെന്ന്. എത്ര കുട്ടികളാ? 4. കൺഗ്രാജുലേഷൻ. താങ്ക് യു. എന്റെ ദൈവമേ, ഇനിയിപ്പോ ആ ഫോറസ്റ്റുകാർ വരുമ്പോ ഞാൻ എന്താണ് പറയേണ്ടത്? നിന്നെ കാണിച്ചു കൊടുത്താൽ മതിയോ പാമ്പിന് പകരം? എന്നോട് പഴക്കുണ്ടാക്കാതെ പാമ്പിനെ ഞാൻ ഇല്ലാത്ത സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട്. പിന്നെ എനിക്ക് എന്റെ പ്രാന്തുണ്ടോ? എന്റെ കെടുക്കണ കണ്ണടയാണ്. കണ്ണട ഇല്ലാത്ത നോക്കിയിട്ടാണ് അത് കാണാത്ത. കണ്ണട വച്ചിട്ടൊന്ന് നോക്ക്. ചുമ്മാ അല്ല കാണാതിരുന്നത്. പന്ത്രണ്ട് നാശാക്കരുത് നിങ്ങള്. എന്താണ് പ്ലംബറാണ്? എന്താട്ടോ ഇവിടെ സാധനങ്ങളൊന്നും വേണ്ടാട്ടോ. അതെന്താണ്? ഇല്ലല്ലോ. ആരാ മണ്ടോദരി? എന്റെ ഭാര്യയാണ്. നിങ്ങളാണ്? ഓ ഞങ്ങള് ഫോറസ്റ്റ് വരെയാണ്.
ഓ അത് ശരി ഞാൻ പൈപ്പ് നേരാക്കാൻ വന്ന ആൾക്കാരാണ് വിചാരിച്ചേ. എവിടെ പാമ്പ എവിടെ? ദേന ചേരല്ല ചോദിക്കുന്നത്, പാമ്പാണ് ചോദിക്കുന്നത് അവര്. അതാണ് പാമ്പ് ദേന. അതെ ഇതാ ആ ഭാഗത്തായിട്ടാണ് കണ്ടതെന്നാ പറഞ്ഞത്. പിടിച്ചില്ല അപ്പൊ ഇത്? പാമ്പിനെ പിടിച്ചില്ലേ നിങ്ങള്? അല്ല അത് പിടിക്കാൻ വേണ്ടിട്ടാണല്ലോ സാർമാരെ വിളിച്ചു വരുത്തിയത് ഇവിടെ. അതോ നിങ്ങൾ പിടിച്ചു വെച്ചിട്ട് ഈ സാധനത്തിന് വേറെ ആർക്കെങ്കിലും വിറ്റോ? വിൽക്കുക, കൈമാറ്റം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ തെറ്റാണ്, കേസാവും. എന്താ സാറേ ഇത് പറയണത്? പൂച്ചമോയിലൊന്നല്ലല്ലോ, പാമ്പാണ്. അതിനെ കാണുക തന്നെ നമുക്ക് പേടിയാണ്, പിന്നെ അങ്ങനെ പിടിക്കണ അതിനെ. അല്ല ആരാണ് ഇപ്പൊ ആദ്യം കണ്ടത് ഇതിനെ? ആദ്യം കണ്ടത് ഇവളാണ്. ഉള്ള കാര്യം പറയാനാ, ഞാൻ ഇതിനെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഇവള് ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ഞാൻ ഇവിടെ കുറെ തെരഞ്ഞു നോക്കി, സാധനം കാണാനില്ല. സത്യമായിട്ട് ഞാൻ കണ്ടതാണ്. അല്ല സത്യം ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല മാഡം എന്ത് വലിപ്പം കാണും ഒരു ഉദ്ദേശം? ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. എത്രയെന്ന് പറഞ്ഞാ? 2 കായിന്റെ നീളേ. ഓ 4 അടി 8 മൂർക്കൻ. ഏയ് കണ്ണതിന് മുമ്പ് പേരിടല്ലേ. എന്ത് കളറാണെന്ന് വല്ലതും കണ്ട ഒരു ഓടിപ്പോയ പോക്കില്? ഒരു ഓറഞ്ച് പോലത്തേക്ക് ആയിരുന്നു. ഓറഞ്ച് കളർ പാമ്പോ? ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ സാറിന്റെ ഷർട്ടിന്റെ കളറാണ്. അത് റോസ് അല്ലേ? അല്ല റോസാണ്. ചേട്ടാ നമുക്ക് കളറ് കൃത്യമായിട്ട് അറിയണം. കാരണം ഈ കറുപ്പ് പാമ്പിനെ പിടിക്കണ ആ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചുമപ്പ് പാമ്പിനെ പിടിക്കാൻ പറ്റില്ല. പറ്റില്ല. ചുമപ്പ് പാമ്പുണ്ടോ? പിന്നെ അതേപോലെ പച്ച പിടിക്കണ മാതിരി ചോപ്പിനെ പിടിക്കാൻ പറ്റില്ല. പച്ച പാമ്പുണ്ടോ സാറേ? ഭയങ്കര വിഷമാണ്. സാറേ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പിടിക്കോ സാറേ?